പബ്ജി കളിച്ച യുവാക്കൾ ഗോലി കളിക്കുന്നു. സീരിയലും റീൽസും കണ്ടിരുന്ന അമ്മമാർ മക്കളോടൊപ്പം ചക്ക് കളിക്കുന്നു. കല്ലുകളിയും 70s ഉൾപ്പെടെ 1960കളുടെയും 1980കളുടെയും കൊല്ലം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിൽ കളികൾ പുനർജനിച്ചു. പ്രായഭേദമന്യേ തനി നാടൻ ഐപ്പിഴ കാർണിവൽ ഓണത്തെ വെല്ലുന്ന ഉത്സവ അന്തരീക്ഷമാണ് പകർന്നത്. ഒരു മദ്യ രാസലഹരിക്കും നൽകാനാവാത്ത ആവേശം ഇവിടെ കണ്ടു. വീറും വാശി നിറഞ്ഞ പോരാട്ട വീര്യം. ശരീരം തൂവൽ പോലെ, മനസ്സാണെങ്കിൽ വാനിലുയർന്നു പറക്കുന്ന വർണ്ണ പട്ടം പോലെയായി. കമന്ററിക്ക് കൊടുക്കണം നാടൻ കയ്യടി. ഒത്തിരി നാള് കൂടിയാ ഞങ്ങൾ കളിക്കുന്നത്. അതായത് നമ്മൾ ചെറിയ പ്രായം തൊട്ട് ഈ സംഭവം കളിച്ചു വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം വലുതായതിനു ശേഷം കളിച്ചിട്ടേ ഇല്ല. വാശിയേറിയ മത്സരമായിരുന്നു ഇവിടെ നടന്നിരുന്നത്. അത് പഴയകാല ഓർമ്മകളാണ് വീണ്ടും ഉണർന്നിരിക്കുന്നത്. ബാല്യകാല സ്മരണകളെല്ലാം മനസ്സിൽ കൂടി ഇങ്ങനെ ഇപ്പോഴും പോയിരിക്കുകയാണ്. നമ്മളെ പോലുള്ള വീട്ടമ്മമാർ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. നമ്മളെയൊക്കെ കുഞ്ഞുനാളിലത്തേക്ക് നമ്മൾ വീണ്ടും തിരികെ പോവുക. ബാല്യകാലം തിരിച്ചു കിട്ടിയണക്കുണ്ട്. പിന്നെ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കളിക്കുമായിരുന്നു. ഇപ്പം ഒത്തിരി കാലം കൂടിയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. അത് പ്രായമൊന്നും ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. പണ്ടത്തെ കളി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ പഴയ ഞാൻ കുഞ്ഞുനാളിലായിട്ട് പോയ ഒരു ഫീലാണ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നത്. അമ്മയും മക്കളും എല്ലാവരും ഒന്നിച്ച് തന്നെ അറിഞ്ഞത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പിള്ളേർ ജയിച്ചപ്പം ഭയങ്കര വിഷമം തോന്നി. ഞാനൊന്ന് തോറ്റുപോയായിരുന്നു പെട്ടെന്ന്. പക്ഷെ വീണ്ടും എനിക്ക് മത്സരം വാശിയായി. ഞാൻ വീണ്ടും കളിച്ചു, ജയിക്കാൻ ശ്രമിച്ചു. കൊല്ലം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിന്റെ വാർഷിക ആഘോഷം ഗ്രാമീണ അറിവുകൾ ഇനി പകരും. വലിയവരും ഒക്കെ കൊച്ചുകുട്ടികളും എല്ലാവരും ഇവിടെ ഈ ഗ്രൗണ്ടിൽ കളികൾ തുടങ്ങാൻ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ നാടൻ കളികൾ ഈ വർഷം സംഘടിപ്പിക്കാമെന്ന് തീരുമാനിച്ചത്. കുട്ടികൾ മൊബൈൽ ഫോൺ അപ്പാടെ മറന്നു. ഇതുവരെ ഇതേ കണക്കത്തുള്ളൊരു ഗെയിം നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഗെയിം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഭയങ്കര രസമായിട്ട് നടക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. എല്ലാ കുട്ടികളും ഞങ്ങളെപ്പോലെ തന്നെ വളരെയധികം ആവേശത്തിലും സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. പലതരത്തിലുള്ള നാടൻ കളികളാണ് നമ്മുടെ പ്രകാശ് കലാകേന്ദ്രത്തിൽ കളിക്കുന്നത്. ആവേശം അങ്ങേയറ്റമായിരുന്നു. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.